നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നിങ്ങൾ ഇന്നലെ ഹേമ കമ്മിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്തെന്ന് തോന്നുന്നു. ചർച്ച ചെയ്തു, പക്ഷേ അത് തുടക്കത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെ മാത്രമേ ഇന്നലെ കിട്ടിയിരുന്നുള്ളൂ. വിശദമായ ചർച്ച ചെയ്യാൻ നമുക്ക് ഇന്നലെ അത് സത്യം പറഞ്ഞ സമയം കിട്ടിയിട്ടില്ല. ഇപ്പം ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ച് വരുമ്പോൾ, ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് വരുന്നത് തീർച്ചയായും ഇത് പുതിയ കാര്യമാണോ? അല്ല, പുതിയ കാര്യമേ അല്ല. ഇത് പണ്ടും ഇത് വ്യാപകമാണ്. എന്തിന് ഈ കമ്മിറ്റി അംഗമായ നടി ശാരദ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ കാലത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാ കാലത്തും ഇതുപോലെ തന്നെ ഈ ഇത്തരം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അവഗണനയൊക്കെ തുടർന്നിരുന്നു എന്നുള്ളത്. പക്ഷേ അന്നൊരു പ്രത്യേകതയുള്ളത്, അന്ന് സ്ത്രീകളായി അഭിനേത്രികൾ മാത്രമേ വരൂ, അഭിനയിക്കുന്ന ആൾ മാത്രമേ ഉള്ളൂ. ഇന്ന് സാങ്കേതിക വിദഗ്ധ സ്ത്രീകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ എല്ലാ സ്ത്രീ സമൂഹം സിനിമയിലുള്ളവരെല്ലാവരും ദുരിതം അനുഭവിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിക്കുറിശിയൊക്കെ ഇക്കാര്യത്തിൽ വില്ലനായിരുന്നു കേട്ടിട്ടുണ്ട്. ഇന്ന് കോട്ടയം ശാന്തയുടെ ആത്മകഥയിൽ കോട്ടയം ശാന്ത, തിക്കുറിശി, അടൂർ ഭാസിയൊക്കെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അവർ പറയുന്നത്? അവർ പറഞ്ഞത് അവരെ ലൈംഗിക പീഡിപ്പിക്കാൻ ശ്രമിച്ചു തന്നെ അവരെല്ലാവരും. അതിന് വഴങ്ങാത്തത് കൊണ്ട് അവർക്കുള്ള അവസരങ്ങൾ ഇല്ലാതാക്കിയതാണ്. ഈ കോട്ടയം ശാന്തയെക്കുറിച്ച് പറയുമ്പം നടി CMക്ക് ശബ്ദം കൊടുക്കുമായിരുന്നവരാണ് എല്ലാ സിനിമയിലും. നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റായിരുന്നു. വളരെ സുന്ദരിയായ സ്ത്രീയാണ്. അന്നത്തെ കാലത്ത് കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. SP പള്ളിയുടെ ഒരു പഴയ ഹാസ്യഗാനം ഓർമ്മയുണ്ട്, കേരളയിൽ നിന്നെ ഞാൻ കിട്ടുന്ന കാലത്ത്. ആ അഭിനയിക്കുന്ന നടി അവരാണ്. പക്ഷേ അവർക്ക് അവസരങ്ങൾ കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. ഇത്തരം കോക്കസുകളിൽ ചെന്ന് ചാടാത്തത് കൊണ്ട് അവർ അവസരം നിഷേധിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ അന്നുമുള്ള സാധനം തന്നെ ഇന്നും ഉണ്ട്. പക്ഷേ ഇപ്പോൾ വിവാദമായിരിക്കും. അതിനകത്ത് നമ്മൾ കാണേണ്ടത്, ഇപ്പം ഞാൻ 150 വർഷം മുമ്പ്, ഞാൻ മറ്റൊരിക്കൽ നമ്മൾ പറഞ്ഞ കാര്യം, 150 വർഷം മുമ്പ് വെള്ളക്കാർ, സായിപ്പുമാർ മനുഷ്യരെ അടിമകളായി കച്ചവടം നടത്തിയിരുന്നു. ചങ്ങനാശ്ശേരി ചന്തയിൽ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള ഇപ്പോൾ, അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക വിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉള്ള മുഴുവൻ കുടിയേറ്റക്കാരും, അത് കറുത്ത വർഗ്ഗക്കാരും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അടിമകളായി എത്തിവരാം. അല്ലെങ്കിൽ നമ്മളിപ്പം ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും അവർക്ക് വീട്ടിൽ സെർവൻ്റായി പോയവരുണ്ട്, അത് പോട്ടെ. പക്ഷെ അടിമകളായി കൊണ്ടുവന്നവരാണ്. അപ്പോൾ ഈ അടിമക്കച്ചവടം കേവലം 150 വർഷം, എത്രയോ ബില്യൺ വർഷം പഴക്കമുള്ള ഈ മനുഷ്യവാസ സംവിധാനത്തിൽ കേവലം 150 വർഷം എന്ന് വെച്ചാൽ എൻ്റെയോ നിങ്ങളുടെയൊക്കെ അപ്പന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ വല്യപ്പന്മാർക്ക് അറിയാവുന്ന കാലത്ത് ഇവിടെ അടിമപ്പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മാറി. ഞാൻ ഇത് തന്നെ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞിട്ട് കാര്യമാണ്. നമ്മുടെ ഏഷ്യാനെറ്റ്, നമ്മുടെ ഡോക്ടർ SS ലാൽ പറഞ്ഞത്, ഏഷ്യാനെറ്റിൻ്റെ ആദ്യകാലത്ത് ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയത്ത് സ്ത്രീകളെക്കുറിച്ച് പരാമർശം. അപ്പോൾ ഇത് കാലം ഇങ്ങ് മാറി വരുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം ഞാൻ പറഞ്ഞത്, പണ്ട് ഉള്ള അഴിമതി ഇപ്പോൾ ഇല്ല. പണ്ട് നമ്മുടെ സർക്കാർ ഓഫീസുകളിലൊക്കെ അഴിമതി നടത്തിയാൽ മാത്രമേ നടക്കാൻ പറ്റൂ. ഇതിൻ്റെ കാരണം എന്താ? ഇപ്പോൾ പണ്ട് പോലീസുകാരെ എന്തൊരു ഭയപ്പെടുത്തലാണ് അവർ കഴിഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞത്, ഇപ്പോഴും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ടൗണിലെ ജംഗ്ഷനിൽ ഞങ്ങൾ നൂറോലിക്കടയിൽ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ആ കടയിൽ ഞങ്ങളിങ്ങനെ നിരന്നിരുന്നിരിക്കുമ്പോൾ പോലീസ് വണ്ടിയാണെന്നൊരു സംശയം വന്ന് ഇറങ്ങി ഓടുമായിരുന്നു. ഇനി അവിടെ എങ്ങാനും അറിയാതിരുന്നവനിട്ട് അടി കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് അതില്ലല്ലോ, പോലീസിനെ അടിക്കുവാണ്. ഇതിൻ്റെ കാരണം ടെക്നോളജി മാറി, അതുകൊണ്ട് മനുഷ്യൻ്റെ ധാരണകളും വിശ്വാസങ്ങളും മാറി, മൗലികാവകാശങ്ങൾ കൂടി, മനുഷ്യാവകാശങ്ങൾ കൂടി, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അകലം മാറി, ലിംഗസമത്വം വന്നു. ഇത്തരം സാഹചര്യത്തിൽ ഇത് ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത് ഒരു ചർച്ചയാവുന്നത്, വിവാദമാകും. അപ്പം നമ്മുടെ തിക്കുറിശി അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് അങ്ങനെ ആയിരുന്നു എന്നതുകൊണ്ട് ഇപ്പോഴത്തെ തന്നെ ആയിരിക്കാൻ കഴിയില്ല, ഒരിക്കലുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രണ്ട്, രാജ്മോഹൻ, ഇവിടുത്തെ യഥാർത്ഥ വിഷയം, ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കണ്ടെത്തുന്ന യഥാർത്ഥ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴും സ്ത്രീകൾക്ക് രണ്ടാം തരം പൗരന്മാരുടെ അവസ്ഥയാണ് അവിടെയുള്ളത്. പ്രതിഫലത്തിൽ പോലും അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. മാത്രമല്ല, നിരന്തരമായി ഇവർ ചൂഷണം ചെയ്യപ്പെടുന്നു. ഇവർ അഭിനയിക്കാൻ എത്തുന്ന അല്ലെങ്കിൽ സാങ്കേതിക ജോലിക്ക് എത്തുന്ന സ്ത്രീകൾ നിരന്തരമായി ചൂഷണം ചെയ്യപ്പെടുന്നു. നിങ്ങൾ ചൂഷണം ചെയ്യാൻ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവിടെ നിലനിൽപ്പില്ല എന്നുള്ള ഒരു ഭീകരമായ, ഒരാൾക്ക് തൊഴിൽ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് പോലും പോകുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്ത്രീകളെ ഇത്തരത്തിലുള്ള ഒരു വിൽപ്പന ചരക്കായി കാണുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴും അവിടെ ഉള്ളതെന്ന് മനസ്സിലായി. ഇതിലതൊരു പകുതി പ്രശ്നം നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ കുഴപ്പങ്ങളും എല്ലാ മേഖലയിലും ഉണ്ടാവും. ഇപ്പോൾ സ്ത്രീക്ക് നമ്മൾ ശമ്പളത്തിൽ തുല്യത എന്ന് പറയുന്നത്, എവിടെയാണ് ശമ്പളത്തിൽ തുല്യത ഉള്ളത്? ഞാൻ സർക്കാർ സർവീസിലുണ്ടാവാം, അല്ലാതെ സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ മറ്റു മേഖല അങ്ങനെ തുല്യതയൊന്നുമില്ല. ഇനി ഇത് പോട്ടെ, ഞാൻ പറഞ്ഞ ഈ അമേരിക്ക, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് ഇതൊരു സ്ത്രീ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനും ബംഗ്ലാദേശിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്, ശ്രീലങ്കയിലുണ്ടായിട്ടുണ്ട്, പക്ഷേ അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങൾ ഇപ്പോഴൊക്കെ വല്ലപ്പോഴും ഉണ്ട്. ബ്രിട്ടനിലൊരു തെരേസ മേയ് ആയി ഒരു ലിസ്ട്രസിന് 30 ദിവസം ഇരിക്കാൻ പറ്റും. മാർഗരറ്റ് താച്ചർ മാത്രമാണ് ബ്രിട്ടനിൽ ഇരുന്നത്. ഓർക്കണം, ഒരു രാജ്യം അവിടെ ഉണ്ടായിരുന്നിട്ടെന്ന് ഓർക്കണം. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒന്നും തന്നെ ഇത് വരാതിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഇന്ദിരാഗാന്ധി ഉണ്ടായി, ശരി,
അപ്പോൾ ഇങ്ങനെയല്ലാതെ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ ഇപ്പം നമുക്ക് എന്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ 50% സംവരണം കൊണ്ടുവരുന്നില്ല, പോട്ടെ 30% കൊണ്ടുവരാൻ പറ്റുന്നില്ല? സംവരണമേ ഇല്ലല്ലോ അവിടെ. ഇല്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മാത്രമാണ്. അത് അവിടെ നമുക്ക് അവിടുത്തെ അവസ്ഥ നമുക്ക് അറിയുകയും ചെയ്യാം. ബാക്ക് സൈഡ് ഡ്രൈവിംഗ് നടക്കും. അതെ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലായിടത്തുമുള്ള സ്ത്രീയും പുരുഷനും തമ്മിലുള്ളൊരു വ്യത്യാസം, അത് ബയോളജിക്കലി അവരുടെ തമ്മിലുള്ള കരുത്തിൻ്റെ ഒരു പ്രശ്നം. ഈ കരുത്ത് സ്വാഭാവിക മനുഷ്യരുടെ നിൽക്കും. അതുകൊണ്ട് വേതന തുല്യത എന്ന് പറയുന്നത്, വേതന തുല്യത തന്നെ തെറ്റായ കൺസെപ്റ്റാണ്. സിനിമയിലെ വേതനത്തിനെ പുരുഷനും സ്ത്രീക്കും പോലും തുല്യത, പുരുഷൻ്റെ സ്ത്രീയുടെ തുല്യത പോട്ടെ, പുരുഷനും തുല്യതയില്ലല്ലോ. ഇല്ല. ഞാൻ പറഞ്ഞ മമ്മൂട്ടിയുടെ ആണോ മോഹൻലാലിൻ്റേത്, അതാണോ പൃഥ്വിരാജിൻ്റേത്, അതാണോ ആസിഫ് അലിയുടേത്? അല്ല. അപ്പോൾ അതുകൊണ്ട് തുല്യത മഞ്ജു വാര്യർക്ക് പുരുഷന്മാർക്ക് തുല്യമായി പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവർ പറയുന്ന തുല്യതയുടെ പ്രശ്നം താഴത്തെ തട്ടിലായിരിക്കാം. അപ്പോൾ ഈ തുല്യത എന്ന് പറയുന്നത് അധ്വാനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം സ്ത്രീയുടെ സുരക്ഷയും അവരുടെ അവസരം നിഷേധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായും. അതിനെന്ത് പരിഹാരം? പരിഹാരം ഇതിൻ്റെ അകത്ത് പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു പരിധി വരെ. ഇപ്പം ഞാൻ പറഞ്ഞേ, എനിക്ക് പോലീസുമായിട്ട് നല്ല ബന്ധമാണ്. നല്ല ബന്ധമെന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പോലീസ് ഓഫീസർമാരോടൊക്കെ എനിക്ക് പരിചയമുണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ആദ്യം വിചാരിച്ചാൽ, ഇവർ പരീക്ഷ എഴുതി പാസ്സായി വന്നിരിക്കുന്ന ആളുകളാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. ഇവർ വിചാരിച്ചാൽ ഈ നാട്ടിൽ അഴിമതി ഇല്ലാതാവും. കാരണം ഈ അഴിമതി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. തീർച്ചയായും. അപ്പോൾ രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്താൻ പറഞ്ഞാലും ഒരു ഉദ്യോഗസ്ഥ മനസ്സ് വെച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. അപ്പം ഇവരിൽ ഭൂരിഭാഗം നല്ല മനുഷ്യരാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പം നിയമവിരുദ്ധ ഒരാൾക്കെതിരെ കള്ളക്കേസെടുക്കാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കേണ്ട, എൻ്റെ ഭാര്യയും പിള്ളേരും ഇവിടെ ആയിരിക്കും, എന്നെ കാസർഗോഡേക്ക് വിടാൻ മാറ്റും. പക്ഷെ ഞാൻ ചോദിക്കും, എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് അങ്ങ് തീരുമാനിച്ചാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ച് തീരുമാനിക്കുന്നു, ചട്ടലംഘനം ഞങ്ങൾ കൂട്ടുനിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഒന്നല്ലേ ഈ സിവിൽ സർവീസുകാരൻ ചെയ്യേണ്ടത് വേണമെങ്കിൽ അവരെ ലയിപ്പിക്കാൻ പറ്റും. അവിടെയാണ് ന്യൂനപക്ഷം വരുന്ന ഈ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നം. ഇത് തന്നെ നമ്മൾ സിനിമയിലും കാണണം. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ദിലീപിൻ്റെ കേസുണ്ടായപ്പോൾ, നടിയെ ആക്രമിച്ച കേസുണ്ടായപ്പം നടിമാരടക്കമുള്ളവർ ദിലീപിനൊപ്പമായിരുന്നു. അതെ, എത്രയോ പേര്, വളരെ കുറച്ച് പേര് പാർവതി തിരുവോത്തരക്കുള്ള കോച്ച് രംഗത്ത് അവർക്കെല്ലാം അവസരം നിഷേധിക്കപ്പെട്ടു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉള്ളൊഴുക്കിലാണ് പാർവതിയെ പിന്നെ കുറേ കാലത്തിന് ശേഷം നമ്മൾ കാണുന്നത്. ആ ഉള്ളൊഴുക്കെടുത്ത കക്ഷിയും ഇവിടെ നടക്കുന്നൊന്നും അറിയത്തില്ല. അയാൾ കൽക്കട്ടയെ പഠിച്ച് കേരളത്തിൻ്റെ പുറത്ത് മാത്രം അയാൾക്ക് ഇവിടുത്തെ പൊളിറ്റിക്സ് അറിയത്തില്ല. അയാളെ ഇവരാരും ഗൗരവമായിട്ട് എടുത്തില്ല. പക്ഷെ അടുത്ത തവണ ക്രിസ്റ്റോ ഈ സിനിമയൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ ഇവരുടെ വിലക്കുണ്ടാവാം, ഉറപ്പാണ്. അപ്പം ഈ ഒരു പ്രതിസന്ധിയെ പരിഹരിക്കേണ്ടതുണ്ട്. അതിന് ആദ്യം മനസ്സിലാക്കേണ്ടത് നടിമാർ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇന്ന് എന്നോടൊരു സിനിമാക്കാരോട് ഞാൻ സംസാരിച്ചത്, അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ്, പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ അല്ല ഇവിടുത്തെ പ്രശ്നം. ഒന്ന്, നടികളെല്ലാം കൂടി ഞങ്ങൾ ആരുടെയും കൂടെ കിടക്ക പങ്കിടില്ല എന്ന് തീരുമാനിച്ചാൽ തീർന്നു. ഇത് കിടക്ക പങ്കിടാൻ തയ്യാറുള്ള നടിമാരുള്ളത് കൊണ്ടും നടന്മാരുടെ മുറിയിൽ വാതിലിൽ ചെന്ന് മുട്ടിക്കയറുന്നവർ ഉള്ളത് കൊണ്ടുമാണ് എന്നാൽ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ആയിരിക്കുമെന്ന് കരുതിയിട്ട് ആളുകൾ പോയി മുട്ടുന്നു. ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്, വിജയിച്ച ചില നടികളെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇവരെല്ലാം ഇങ്ങനെ കിടക്ക പങ്കിട്ടിട്ടാണ് ആയത്, അതുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്യണമെന്ന് ഉപദേശിക്കുന്ന സിനിമ കാര്യങ്ങളുണ്ടെന്നാണ് ഈ കൂട്ടത്തിൽ. അല്ല, ഞാൻ പറഞ്ഞത് ഇത് സമസ്ത മേഖലകളിലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് മാധ്യമപ്രവർത്തകർക്കിടയിൽ ഇല്ലേ? ഉണ്ട്. ഇപ്പം 24 ന്യൂസിലെ നിങ്ങളുടെ സുഹൃത്തായിരിക്കുമല്ലോ ദീപക് ധർമ്മടം. സുഹൃത്തല്ല. അപ്പം ദീപക് ധർമ്മടത്തിനെതിരെ പാലക്കാടുകാരി ഒരു സ്ത്രീ എന്നോട് സംസാരിച്ചു, വാർത്ത കണ്ടിട്ടുണ്ട്, അത് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പേഴ്സണലി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഭർത്താവിൻ്റെ അസുഖമാണ്, ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്തോ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാനാണ് പരിഹരിക്കേണ്ടതെന്ന് ഭഗവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനല്ല ശരിയാക്കി തരാം എന്ന് പറഞ്ഞതാണ് പറയുന്നത്. ഇക്കാര്യം പാലാപാർവതി പറഞ്ഞിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ? അപ്പം അതുപോലെ എത്രയോ ആളുകൾ, നമ്മൾ പേരെടുത്ത് പറയാൻ പോകുന്നില്ല, അതിനകത്ത് ഒരുപാട് പേരുണ്ട്. അപ്പം മാധ്യമരംഗത്തും ഈ സ്ത്രീ പീഡനം നടന്നുകൊണ്ടിരിക്കുന്നു, സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു, കള്ളപ്പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് വശത്ത് മറുവശത്ത് കള്ളപ്പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. പോലീസിൻ്റെ കാര്യം എടുക്കാം. പണ്ട് ഈ വനിതാ പോലീസിൻ്റെ അവസ്ഥ അതിദയനീയമായിരുന്നു. അപ്പോൾ നമ്മൾ പോലീസൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ നമ്മൾ ഏറ്റവും ഈ പറയുന്ന സിനിമാ മേഖലയാണ് ഇപ്പോൾ ഇന്ന് എനിക്ക് ആ റിപ്പോർട്ടറിനുള്ള ഏറ്റവും വലിയ എതിർപ്പെന്ന് പറയുന്നത്, മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ചൂഷണം ഏറ്റവും കൂടുതലുള്ളത് സിനിമാ മേഖലയിലെന്നാണ് ജസ്റ്റിസ് ഹേമ പറയുന്നത്. ഹേമ അങ്ങനെ പറയാൻ പാടില്ല, ഒരു ഹൈക്കോടതി ജഡ്ജായിരുന്നു. അതെ, കാരണം മറ്റു മേഖല അവർ പഠിച്ചിട്ടാണ് പറയുന്നത്. അതാണ് പ്രസക്തമായ കാര്യം. ആ മേഖലയിൽ അന്വേഷിക്കണം, എല്ലാ മേഖലയും അന്വേഷിക്കേണ്ടി. ആ മേഖല പഠിക്കാതെ അങ്ങനെ ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ, ഉണ്ടല്ലോ. അതെ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏറ്റവും അധികം ചൂഷണം നടക്കുന്ന ഒരു മേഖല പോലീസാണ്. കാരണം അവിടെ ഹൈറാർക്കി ഉണ്ട്, മേലധികാരി പറഞ്ഞ അനുസരിച്ച് ഒരു വഴിയിൽ. അപ്പം
ഇപ്പോഴാണ് വനിതാ SI-മാരെ ഡയറക്റ്റ് SI-മാരായിട്ട് എടുക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ വനിതാ പോലീസ് കുറച്ച് പേരെടുത്തിട്ട് എവിടെയെങ്കിലും ഇരുത്തുമായിരുന്നു. ഇപ്പം പുരുഷനും സ്ത്രീക്കും വനിതാ അല്ല SI ആയിട്ട് പോലീസ് സ്റ്റേഷൻ ചുമതല വനിതയ്ക്ക് വരുന്നുണ്ട്. ഇതിനു മുമ്പ് വരെ ഈ വനിതാ പോലീസുകാരുടെ അവസ്ഥ കഷ്ടമായിരുന്നു. ഒരു പോലീസ് സ്റ്റേഷൻ ഡ്യൂട്ടി വരുന്ന SI CI ഈ മുകളിലിരിക്കുന്ന ആ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഈ സംവിധാനത്തിന് വഴങ്ങിയില്ലെങ്കിൽ അവർക്ക് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൂടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പലരും എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഡ്യൂട്ടിയുടെ ആയിരിക്കും നിരന്തരം. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇരിക്കുമ്പോൾ ഇവർ ട്രാൻസ്ഫർ ഇവർ വിചാരിച്ചാൽ പോരെ, നിരന്തരം ബുദ്ധിമുട്ടിക്കാം, ശല്യം ഉണ്ടാക്കാം. അപ്പം ഈ വനിതാ SI-മാർ വന്നിട്ട് മാറ്റം ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർ ഈ പുരുഷ മേധാവിത്വത്തിന് കീഴിലാണ്. അതിൻ്റെ മുകളിൽ വേറെ ആളുണ്ടല്ലോ, ഉണ്ട് SI-യുടെ മുകളിൽ. അപ്പം ഈ സിനിമാ മേഖലയിലെ പോലെ തന്നെ അതിനേക്കാൾ ഇത് സത്യത്തിൽ കൂടുതൽ ഇടപെടേണ്ട പോലീസിലാണ്. കാരണം ഈ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതെ, മറ്റ് സ്വകാര്യ മേഖല പോലല്ല. അപ്പം ഇത്തരം എല്ലാ മേഖലകളിലും ഇപ്പം സെക്രട്ടേറിയറ്റ് അടക്കം നമ്മൾ എവിടെ പരിശോധിച്ചാലും ഇത്തരം ചൂഷണങ്ങളുണ്ട്. ഈ ചൂഷണങ്ങൾക്ക് ഒരു പരിധി വരെ സ്ത്രീകൾ നിന്നും കൊടുക്കുന്നില്ല. എല്ലാവരും ഉണ്ടെന്ന് പറയുന്നില്ല. ചില കാര്യം കാണാൻ വേണ്ടി കൊടുക്കുന്നവരും ആ കാര്യം കാണാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നവർ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇതൊരു വലിയ വിഷയമായി വളരുന്നത്. ആരും അതിന് തയ്യാറല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് ഈ സിനിമാ മേഖലയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എനിക്ക് വിയോജിപ്പാണ്. പക്ഷേ ആകെപ്പാടെ ഇതിലൊരു ഒരു പോസിറ്റീവ് വശം കണ്ടതെന്നു വെച്ചാൽ, കഴിഞ്ഞ എക്കാലത്തും സിനിമാ മേഖല ആകെപ്പാടെ മോശമാണ്, എല്ലാ പെണ്ണുങ്ങളും മോശക്കാരാണ്, എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും പോലെ നടക്കുന്ന ഒരു തോന്നൽ സമൂഹത്തിനുണ്ട്. അതിനൊരു ഇതുവരെ രേഖയില്ലായിരുന്നു. അതെ, ഇതുവരെ നമ്മൾ ആ നടി അങ്ങനെയാണ്, ഈ നടി അങ്ങനെയാണ്, എന്തോ ഓരോ കഥ. ഞാൻ പറഞ്ഞത് ഈ സിനിമാക്കാരോട് സംസാരിച്ചാലും ശരി, പത്രക്കാരോട് സംസാരിച്ചാലും മതി, ഈ സകല സിനിമാ പെണ്ണുങ്ങൾ, പണ്ട് സിനിമ വാരികകളിലെ 2 അക്ഷര നടി 3 അക്ഷര പറഞ്ഞ് സകല സിനിമാ നടികളെ കുറിച്ചും ഈ അപരാധം പറച്ചിലെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതര നിർവൃതിയാണ്. ഈ വളരെ അപൂർവ ആളുകൾ മാത്രമേ ഈ അപവാദത്തിന് രക്ഷപ്പെട്ടു. ഇപ്പം മമ്മൂട്ടി അങ്ങനെ ഒരാളാണ് രക്ഷപ്പെട്ടു. മമ്മൂട്ടിയെ കുറിച്ച് പക്ഷെ ഇത് നിങ്ങളും ഞാനും ഒക്കെ മമ്മൂട്ടി ഒരിക്കലും പെണ്ണുപിടിക്കുന്നതിൽ എന്ത് അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മമ്മൂട്ടി ആയിരിക്കും ഏറ്റവും വലിയ, നമുക്കറിയാൻ പറ്റില്ല. മോഹൻലാൽ ഏറ്റവും വലിയ പെണ്ണുപിടിക്കാന്ന് പറഞ്ഞാൽ ആണെന്ന് ആരാ പറയുന്നത്? ഇതൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മോഹൻലാൽ പെണ്ണുപിടിക്കുന്നത്? പിന്നെ ആനക്കൊമ്പായിരുന്നു മോഹൻലാലിൻ്റെ സ്വപ്നങ്ങളിലൊന്ന്. എന്നോട് പലരും പറഞ്ഞിട്ടുള്ളത്, ഈ സിനിമാ മേഖലയിൽ പറഞ്ഞിട്ട് മോഹൻലാലിന് ബാക്കി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു, ഇനി ഒരു ആനക്കൊമ്പിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇനി ബാക്കിയിരിക്കുന്ന ആഗ്രഹം എന്നാണ് പറഞ്ഞത്. അതുപോലെ പണ്ടാരാണ്ട് പറഞ്ഞ 1000 പെണ്ണുങ്ങളായിരുന്നു മോഹൻലാലിന് ടാർഗറ്റ്, അതൊക്കെ പണ്ടേ കഴിഞ്ഞു പോയെന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ വാസ്തവമാണെന്ന് അറിയത്തില്ലല്ലോ. അതെ, അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് അറിയാം എന്ന് പറയുന്നത്, സിനിമാ മേഖലയിലുള്ള പലരും എന്നോട് അറിയാം എന്ന് പറഞ്ഞിരിക്കുന്ന പലതും അറിവാകണം നിർബന്ധമില്ല. അതെ, എന്തായാലും ഞാൻ വിശ്വസിക്കുന്നത് ഈ മോശം വഴിവിട്ട ബന്ധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് ചെയ്യാൻ മാത്രം അധപ്പതിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കരുതുന്നത്. ഒരിക്കലും ഇല്ല, അങ്ങനെ ചെയ്യില്ല. ഒന്നത് ഒരുപാട് ബുദ്ധിപൂർവ്വം ചെയ്യും ഇത്തരം കാര്യങ്ങളൊക്കെ, അത് ബുദ്ധിപരമായിട്ട് ചെയ്ത്. 2 ഈ മോഹൻലാലിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു നടന്മാരെ കുറിച്ച് ആ നടന്മാർക്ക് ഇങ്ങനെ ഈ കഥയിൽ പോയി മുട്ടേണ്ട ദാരിദ്ര്യം ഒന്നുമില്ല. അപ്പോൾ ഈ ചർച്ച വന്നപ്പോൾ പലരും മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്തു. പണ്ട് പോലെ കേൾക്കുന്ന കാര്യം. വാസ്തവത്തിൽ മോഹൻലാലിനെ കുറിച്ച് ഒരു പെണ്ണും പരാതി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് മോഹൻലാലിൻ്റെ ആവശ്യമില്ല, അത്ര ലൈംഗിക ദാരിദ്ര്യം ഇല്ല എന്നുള്ളതാണ് കാര്യം. അതേസമയം കാതക പൊട്ടുന്നവരുണ്ട്. ഇതേ ആരോപണമാണ് മറ്റേ ടെസ്സ ജോസഫ് എന്ന് പറഞ്ഞ മുകേഷിൻ്റെ പേരിൽ ഉന്നയിച്ചത്. എന്നോട് ഇന്ന് രാവിലെ ഒരു സിനിമാ നടൻ പറഞ്ഞത്, മുകേഷ് പോയി മുറി ഇടിച്ച് പൊളിക്കാൻ നോക്കാൻ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, നടിയുടെ പുറകെ പോയിട്ട് എന്നോടിന്ന് പറഞ്ഞതാണ്. ഇത് മാത്രമല്ല, മോഹൻലാൽ മുകേഷിനെ 2 മുൻ ഭാര്യമാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. 2 മുൻ ഭാര്യമാർക്ക് ഒരേ അഭിപ്രായമാണ്. രണ്ടാമത്തെ മുൻ ഭാര്യ ഒന്നും പറയാൻ തയ്യാറല്ലെങ്കിലും ഒരേ അഭിപ്രായമാണ്. അല്ല, ഞങ്ങളുടെ ഒരു അടുത്തൊരു ബന്ധു പണ്ട് മസ്കറ്റ് ഹോട്ടലിൽ 60കളിൽ ഒക്കെയാണ് അദ്ദേഹം അവിടുത്തെ അസിസ്റ്റന്റ് മാനേജറായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. രാത്രി വല്ലാതെ ശബ്ദം കേട്ട് അദ്ദേഹം പെട്ടെന്ന് വരുമ്പം ഇതുപോലെ വാതിൽ ആരോ മുട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഓടി നോക്കുമ്പോൾ അന്നത്തെ പ്രശസ്തനായ സിനിമാ നടനാണ്. ഒരു മുറിയിൽ ഇതുപോലെ ഇടിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം നിർത്താൻ പറഞ്ഞു, ഇതൊരു ഹെറിറ്റേജ് ഹോട്ടലാണ്, അതുകൊണ്ട് മറ്റു ഹോട്ടലിൽ ഇടിക്കും പോലെയല്ല, ഈ വാതിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ച് അകത്താക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പെട്ടെന്ന് നമ്പരെന്നാണ് ഇവിടെ തിരിച്ചങ്ങ് മിണ്ടാതെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 60കളിലും ഒക്കെ ഈ പ്രസ്ഥാനം ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആവുമ്പോഴും നമ്മൾ യഥാർത്ഥ വില്ലന്മാർ, ഇപ്പം ഇന്ന് ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവന കണ്ടു. അദ്ദേഹം ഈ സിനിമയിലെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവസരം നിഷേധിക്കുന്നത്. പുള്ളി പറഞ്ഞു സിനിമയിൽ അതുകൊണ്ടാണ് എനിക്ക് അവസരം ഇല്ലാത്തതെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് യഥാർത്ഥ വില്ലന്മാരിപ്പം ഈ ഒരു മറയുടെ പേരിൽ ഇരയാവുക. ഈ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രതികളുടെ പേര് പുറത്തുവിടാത്തത് കൊണ്ട്
ഈ വില്ലന്മാർ ഇരകളാവും. ഇപ്പോൾ ഗണേഷ് ഓൾറെഡി ഇര പ്രഖ്യാപിച്ചു. ഇനി മുകേഷിൻ്റെ റോളാണ്. മുകേഷ് ഉടനെ അലൻസിയാർ, മുകേഷ്, വിജയബാബു ഒക്കെ പറയായിരിക്കും ഈ സ്ത്രീകളുടെ പീഡനം കാരണം ഞങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടെന്ന് പറയാം. അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരാണ് യഥാർത്ഥ വില്ലൻ? ഇപ്പം ഞാൻ ഇന്നൊരു നടനോട് സംസാരിച്ചു. നടൻ എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചു, എന്ന് പറഞ്ഞു, എൻ്റെ ഷാജ എനിക്ക് വീട്ടിൽ പോലും നമുക്കിതിനൊന്നും താല്പര്യമില്ല, പിന്നെയാണോ ഈ ഇവളുമാരുടെ എന്നോട് നടൻ പറഞ്ഞതാ. പക്ഷേ എനിക്ക് നാണക്കേടാണ്. എന്നോട് അയാൾ പറഞ്ഞു എനിക്ക് നാണക്കേടാണ്. കാരണം ഈ നടന്മാരെല്ലാം ഇങ്ങനെയാണ് എന്ന രീതിയിലാണ് ഇപ്പം നിങ്ങൾ പറയുന്നത്. അപ്പം ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴേ ആൾ ആ ഒരു ഇതോടെ ഇവരെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഇത് വല്ലാത്തൊരവസ്ഥയാണ്, അങ്ങനെയുള്ള രോഗികളുണ്ട്, ആ രോഗിയുടെ പേര് പുറത്തുണ്ട്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഈ ഒരു നടൻ കഥക തട്ടുന്ന നേരിട്ട് കണ്ടാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിനകത്ത് വേറൊരു വശം പറഞ്ഞു, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അദ്ദേഹം ഇരിക്കുന്ന കാരവാനിൽ വന്നിട്ട് ടോയ്ലറ്റ് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇറങ്ങിപ്പോകുന്നിടത്ത് അദ്ദേഹം ചോദിച്ചു, അല്ല ഈ പെണ്ണുങ്ങളുടെ നടിമാരുടെ അടുത്ത് അതിനെ ചോദിക്കാതെ ചോദിച്ചു, അവന്മാർ കയറ്റിയില്ലെന്ന് പറഞ്ഞു. ഇവരല്ലേ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ള അവരാണ്, അവരൊന്നും കയറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇത്തരം അസമത്വങ്ങളും ചൂഷണങ്ങളും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ സൃഷ്ടികർത്താക്കൾ എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ്. ഇത് വളരെ ഗൗരവത്തോടെ കണ്ടൊരു കാര്യമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വില്ലന്മാർ ഇരകളാവാതിരിക്കണമെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടും. ഗണേഷ് കുമാറിനെ കുറിച്ച് എത്രയോ കാലമായുള്ള ആരോപണമാണ്. ഗണേഷ് നമ്മൾ അല്പം അടുത്ത് ഇടപെട്ടാൽ നമുക്ക് മനസ്സിലാവും. ഗണേഷ് സംസാരിക്കാൻ തുടങ്ങി നമ്മൾ ഇച്ചിരി സൗഹൃദം ഉണ്ടെങ്കിൽ തന്നെ ഗണേഷിന് വായിന്ന് വരുന്നത് ഇതാ. ഏത് പെണ്ണിനെ കണ്ടാലും ഗണേഷ് ഭയങ്കര പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയാണ്. പക്ഷേ ഗണേഷിനെ പറ്റിയെന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ ഗണേഷ് വളർന്നു വന്നത് ഈ സുഖലോലുപതയിലാണ്. അധികാരം ഇന്നത്തെ പോലെ അല്ല. അന്നത്തെ കാലത്ത് ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തെ മാടമ്പിയ പണത്തിന് സമ്പന്നമായ കുടുംബത്തെ ജനിച്ച ആൾ, അതിസമ്പന്നമായ കുടുംബം, അധികാരം, ജന്മി, മാടമ്പി. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ അധികാരവും കണ്ട്. അപ്പോൾ പണ്ട് അക്കാലത്ത് പോലീസുകാരെയൊക്കെ വണ്ടി തടഞ്ഞതിന് പേര് ഇയാൾ തല്ലാൻ തുടങ്ങി കഥയൊക്കെ ചെറുത് ഭയങ്കര അഹങ്കാരിയായ മനുഷ്യൻ. അപ്പോൾ ഈ അധികാരത്തിൻ്റെ അന്ന് ഇപ്പം മമ്മൂട്ടി അടക്കം സകലർക്കും രാഷ്ട്രീയ ബന്ധമുണ്ട്, പിണറായി അടക്കം സകലർക്കും സിനിമാക്കാരോട് ഇഷ്ടമുണ്ട്. അന്ന് അങ്ങനല്ല, സിനിമ വേറൊരു യുഗമാണ്. അപ്പോൾ ഈ സിനിമാ ലോകത്തിൻ്റെ ഏക ബന്ധമെന്ന് പറയുന്നത് പിള്ളവഴിയായിരുന്നു. അങ്ങനെയാണ് ഗണേഷ് ഈ സിനിമക്കാരൻ അഭിനയം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്ന് ഒരു സിനിമാ ബന്ധത്തോടു കൂടി വന്നിട്ട് ഈ കാണിച്ചിരുന്ന വൃത്തികേട് എന്തോരം സ്ത്രീകൾ, യാമിനി തങ്കച്ചനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഗണേശനുമായി ബന്ധപ്പെട്ട എനിക്ക് തന്നെ അറിയാവുന്ന പല ഇടപാടുകളുണ്ട്. മറ്റേ ആ ഗണേശന് മുഖം അടിച്ചു പൊളിച്ച് പലരും പറയുന്നുണ്ട് ഇവിടെ സരിതയല്ല. ആ കഥ കൃത്യമായിട്ട് എനിക്ക് വളരെ അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പോകുന്നില്ല. ഗണേശിൻ്റെ ഭാര്യയുടെ ഒരു കൂട്ടുകാരി, ഗണേശിൻ്റെ ഭാര്യയുടെ കൂട്ടുകാരി ആയിരുന്നു ഈ ബന്ധം. അത് ഗണേശിന് പല ബന്ധങ്ങളോട് കൊടുത്ത് ഒരു ദിവസം എന്തോ ഒരു കോൾ വന്നപ്പോൾ എടി ആ മൊബൈൽ നോക്കിയിടുമ്പോൾ കൊടുത്ത് അറിയാതെ, പക്ഷെ നോക്കുമ്പോൾ ഈ ചാറ്റാണ് കാണുന്നത് ഭാര്യ. അപ്പോൾ തന്നെ ഭാര്യ ചീത്ത വിളിച്ചു. പിന്നെ ഭാര്യ വിവരം അറിയിച്ചു, അയാൾ തള്ളിയതാണ്. എന്നിട്ട് ആ മുഖമെല്ലാം പുറത്തു വിട്ട് ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ. ഇപ്പോഴും എന്തോ ഒരാളൊരു ഇന്തോനേഷ്യയിലൊരു വ്യവസായി മരിച്ചുമായി ബന്ധപ്പെട്ട് ഗണേശിന് പേരിൽ ആരോപണം വരുന്നുണ്ട്. നമ്മുടെ നടി ശ്രീവിദ്യയുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തിട്ടുള്ള ഈ സദാനന്ദപുരത്തെ ആശ്രമത്തിൽ ഈ വിഷയം ഉണ്ടാക്കുന്ന പ്രധാന കാരണം കോഴിക്കറി വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന പോലെ ഇതാണ്. അപ്പം ഗണേശ് പ്രഗത്ഭനായ ഭരണാധികാരിയാണെങ്കിലും ഗണേശിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഇത്തരം കാര്യങ്ങളോട്ട് നല്ലതല്ല. അപ്പം യഥാർത്ഥത്തിലുള്ള വില്ലന്മാരെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇവരെ ഒരു പുകമറ സൃഷ്ടി. ഈ പുകമറയ്ക്ക് ഏറ്റവും ദോഷം ഉണ്ടാക്കുന്നത് മോഹൻലാലിനാണ്. കാരണം സിനിമാ മേഖലയിലെ ഒരു സംഭാഷണം മോഹൻലാൽ മഹാകോഴിയാണെന്നാണ്. അപ്പോൾ എല്ലാവരും കരുതും ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നടി പോലും മോഹൻലാലിനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മോഹൻലാൽ ആ ഒരു ഗതികേട്ടില്ല. മോഹൻലാൽ ഒരു പെൺവേട്ടക്കാരനല്ല, ഒരിക്കലുമല്ല. നന്നായി പെരുമാറുന്ന ആളാണ് എല്ലാവരോടും. എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുന്ന മനുഷ്യനാണ്. അപ്പോൾ അയാൾക്ക് പെൺവേട്ട നടത്തേണ്ട കാര്യമില്ല. പെൺബന്ധമുണ്ടല്ലോ ഇല്ലോ നമുക്കറിയത്തില്ല, മനുഷ്യൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ പെൺവേട്ട നടത്തുന്ന ഒരാളല്ല മോഹൻലാൽ. പക്ഷെ ഇതൊന്നും ഇത്തരത്തിൽ ഈ യഥാർത്ഥത്തിലുള്ള കുഴപ്പക്കാരെ സംരക്ഷിക്കാനുള്ള ഈ നീക്കമാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ചോദ്യം ചെയ്യേണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് രാജ്മോഹൻ. എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ? നമ്മുടെ മലയാള സിനിമയിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ സിനിമ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആണല്ലോ, ഇവർ തമ്മിൽ നിന്ന് പരസ്പരം ഒരു നല്ല ബന്ധത്തിലല്ലേ പോകുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു മാനുഷിക പരിഗണന തീരെ കുറവുള്ളതാ ഒരു മേഖലയായി മാറിയ സിനിമയെന്ന് നമ്മൾ പലപ്പോഴും സംശയിക്കുന്നുണ്ട്. ഈ പലരും അവരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, മലയാള സിനിമയിൽ പണ്ട് കാലത്ത് കുറേ നടിമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നേരെ ഒരു അന്വേഷണം പോലെ അല്ലെന്ന് വന്നിട്ട് വിജയശ്രീ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 70-കളുടെ വലിയൊരു നടിയായിരുന്നു. അവർ ആത്മഹത്യ ചെയ്തു. അതിന് ഒരുപാട് ആരോപണങ്ങൾ ചേർന്നു, ആരും അന്വേഷിച്ചില്ല. അത് കഴിഞ്ഞ് ശോഭ മരിച്ചു, പ്രശസ്തയായ ദേശീയ അവാർഡ് വാങ്ങിച്ച നടി.
ആരും അന്വേഷിച്ചില്ല. മലയാള സിനിമ പോലും ആരും ആവശ്യപ്പെട്ടില്ല. അത് ലേഖയുടെ മരണ ഫ്ലാഷ് ബാക്ക് ഒരു പരിധി വരെ, അത് പകുതിക്ക് ശേഷം അവരുടെ ജീവിതം ആവുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ സിൽക്ക് സ്മിത ആത്മഹത്യയായിട്ട് പറഞ്ഞു, ആരും അന്വേഷണം ആവശ്യപ്പെടുന്നില്ല. നമ്മൾ പലപ്പോഴും ആവശ്യപ്പെടും. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു സംശയം മരണമുണ്ടായാൽ നമ്മളെല്ലാവരും ഇവിടെ സമൂഹം ആവശ്യപ്പെടുമല്ലോ. ഒരിക്കലും ആരും അത് അവരുടെ കാലം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കാര്യം നോക്കുന്ന, തൻകാര്യം നോക്കുന്ന ഒരു വലിയ സമൂഹമായി സിനിമാക്കാർ മാറിയെന്ന് പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് വലിയ സ്വാധീനം ഉണ്ടാവും. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് 15 പേരടങ്ങുന്ന ഒരു വലിയൊരു മാഫിയ സംഘം ഉണ്ടെന്നാണ്. വലിയ താരങ്ങളും ഒരു നടനാണ് എൻ്റെ ആളെന്നാണ്. അത് ആരായിരിക്കും ഉദ്ദേശിച്ചത്? ഒരു പിടിയില്ല. ഒരു നടനെന്ന് പ്രത്യേകം പറയുന്നത് ഒരു നടനെ നേരത്തെ അങ്ങനെയാണ്. മിക്കവാറും ദിലീപിനെ ആയിരിക്കും. അന്നത്തെ ദിലീപിനെ ആയിരിക്കും. തിലകൻ അത് പറഞ്ഞിട്ടുണ്ട്. ദിലീപിൻ്റെ കാര്യം. അതെ അതെ. ഈ തിലകൻ ഇതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, അതായത് ഒരു സിനിമയിൽ വിലക്ക് ഏർപ്പെട്ടപ്പോൾ സീരിയലിൽ പോയിട്ട് അത് തിലകനാണ്. ഞാനത് വെരിഫൈ ചെയ്തു. സംശയിച്ചു നമ്മൾ മറ്റു പല. അല്ല, അതിനകത്ത് ലോജിക്കില്ല ഒന്ന് സിനിമ. ഞാനത് അന്വേഷിച്ചു. ഞാൻ പിന്നെ അവസാനം വെരിഫൈ ചെയ്തു, ഇത് തിലകനാണ്. പക്ഷേ ആരാണ് ഇങ്ങനെ ഒരു മൊഴി കൊടുത്തതെന്നുള്ളതിനകത്തൊരു വ്യക്തിത്വമുണ്ട്. കാരണം ഞാൻ ഇയാളെ വിളിച്ചു ചോദിച്ചു, നമ്മുടെ തിലകൻ്റെ മോനെ ഷമ്മിയെ. അപ്പോൾ ഷമ്മി പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ മൊഴി കൊടുത്തിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല, എനിക്കിതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് ഈ കാര്യത്തിൽ. ഈ പറയുന്ന റിപ്പോർട്ടിനെ കുറിച്ച് വ്യത്യാസം. ഒന്നാമത്തെ കാര്യം, എന്നോട് ഷമ്മി ചോദിച്ചൊരു ചോദ്യം, ഒരു ഭാഗം മാത്രം കേട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അത് കറക്റ്റ്. മറുഭാഗം കേൾക്കുന്നില്ല. അപ്പോൾ പുള്ളി ചോദിച്ചത്, ഈ കോമ്പറ്റീഷൻ കമ്മീഷനിൽ തിലകൻ ഒരു കേസ് കൊടുത്തിരുന്നു, 2019 മറ്റോ വിധി വന്നു. അതിൻ്റെ അകത്ത് എണ്ണി ഈ സിനിമയെ, മാഫിയകളെ കുറിച്ച് ഈ പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വില്ലന്മാർ 90% അതിൻ്റെ അകത്ത് വില്ലന്മാരാണ്. അതൊരു ഒഫീഷ്യൽ രേഖയാണ്. ഇതെന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ മാത്രമാണ്. മറ്റേത് രണ്ട് ഭാഗവും കേട്ടിട്ടുള്ള ഒരു വിധിയാണ്, നിയമപരമായ വാലിഡിറ്റി വിധിയാണ്. ആ വിധിയിലെ വില്ലന്മാരെ തിരുത്താൻ പോലും ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അതാണ് തിരുത്ത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, ഒരു വിലയില്ലാത്ത രേഖയോട് ഒരു ബഹുമാനമില്ലെന്നാണ് ഷബ്ബിദിലെ അഭിപ്രായം. പക്ഷേ തിലകനെ മാറ്റി, അതുപോലെ തന്നെ പല ആളുകളെ ഒതുക്കി. അതിനകത്ത് ഏറ്റവും വലിയ വിചിത്രമായി തോന്നുന്നത് മഞ്ജു വാര്യരുടെ കാര്യമാണ്. എന്തുകൊണ്ടാണ് മഞ്ജു വാര്യരുടെ പേരൊന്നും പറയാത്ത എനിക്കറിയത്തില്ലായിരുന്നു. മഞ്ജു വാര്യരാണല്ലോ C+C തുടങ്ങിയ ആളും കാലുവാരിയാണ്. എങ്ങനെ പറഞ്ഞത്? അവർ അന്ന് പറഞ്ഞു, അവർ കൊടുക്കുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ എല്ലാവരും വളരെ സദാചാരികളാണ്, ഇവിടെ ആരും പീഡിപ്പിക്കുന്നില്ല, എല്ലാവരും സ്ത്രീകൾ സുരക്ഷിതരാണ് എന്നാണ് അവർ പറഞ്ഞതെന്നാണ്. അത് മഞ്ജുവിൻ്റെ ഒരു പ്രശ്നം, അവർ സുരക്ഷിതയായിരിക്കും. ഞാൻ പറഞ്ഞപ്പം മലയാളത്തിൽ സക്സസ് ആയിരിക്കുന്ന നടികൾ പലപ്പോൾ ശോഭന, അങ്ങനെ സക്സസ് ആയിരിക്കുന്ന നടികളൊക്കെ സുരക്ഷിതരായിരുന്നു. തീർച്ചയായും. അപ്പോൾ അവർക്ക് ഒരിക്കലും അവർ ശരിക്കും ഈ വിവേചനമൊന്നും അനുഭവിക്കുന്നില്ല. കാരണം ഈ പല നടന്മാരെക്കാൾ കൂടുതൽ പ്രതിഫലം അവർക്കുണ്ട്. അതുകൊണ്ട് മാത്രം എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. മാത്രമല്ല ഈ പല നടിമാർ, ഈ പ്രമുഖരായ പല നടിമാരും പെട്ടെന്ന് ഒരു സിനിമയോട് തന്നെ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് ഉയരുകയും ചെയ്യും. പിന്നെ അവർക്ക് വരെ ഒന്നും അവരെ സമീപിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, അത്ര ഉയരങ്ങളിലേക്ക് വരും. പക്ഷേ മലയാള സിനിമയിൽ അങ്ങനെ ഉണ്ടോ? മലയാള സിനിമയുടെ ഒരു പ്രശ്നം വെച്ചാൽ നടിമാർക്ക് ഒരു പ്രാധാന്യമില്ല. അവർ മാറി വരുമല്ലോ. അതെ അതെ. ആ മാറി വരുന്നത് കൊണ്ട് അവർക്ക് പ്രസക്തി ഇല്ലാതാവുകയാണ്. പക്ഷേ പണ്ടത്തെ സിനിമകളിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. സത്യൻ നസീറും ഉള്ള കാലത്ത് തന്നെ ജയഭാരതിക്കും ഷീലയ്ക്കും എല്ലാം അവരുടെ സിനിമകളിൽ വളരെ പ്രധാനപ്പെട്ട ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം വളരെ അപൂർവമാണ്. അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് സ്ത്രീ പ്രാതിനിധ്യമുള്ളൊരു സിനിമ കണ്ടത് ഉള്ളൊഴുക്കാണ്. അതിനകത്ത് 1ഉം 2ഉം നായികമാർ സ്ത്രീകളാണ്. അതെ. ബാക്കിയുള്ളവരെല്ലാം അതൊരു തികച്ചും വ്യത്യസ്തമായ സിനിമയാണ്. അല്ല, അത്ര സിനിമകൾ നമ്മൾ കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിയുടെ അനുഭവം പറയണമെങ്കിൽ. ഞാൻ MCA പഠിക്കുമ്പോൾ എൻ്റെ തീസിസ് പോർട്ടൽ ഓഫ് വിമൻ ഇൻ KJ ജോർജ് ഫിലിംസ്, KJ ജോർജ് സാറിൻ്റെ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളാണ്. അതിൽ ആദാമിൻ്റെ വാരിയലിൽ ഒരു സിനിമയായിരുന്നു. ഈ സിനിമയുടെ അന്ന് വീഡിയോ കാസറ്റുള്ള CD-യിൽ ഈ വീഡിയോ കാസറ്റ് അന്വേഷിച്ച് ഞാൻ തിരുവനന്തപുരം മുഴുവൻ അന്വേഷിച്ചിരുന്നു. ഒരു ലൈബ്രറിയിൽ ഈ സിനിമയുടെ വീഡിയോ കാസറ്റില്ല. അപ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ സ്ത്രീകളായാലും പ്രധാന കഥാപാത്രങ്ങൾ കാരണം കാസറ്റിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തീർച്ചയായും ഒരു നിർണായക സാധനം തന്നെയാണ്. സിനിമയെക്കുറിച്ച് ഇതുവരെ പറഞ്ഞിരുന്ന ഗോസിപ്പുകൾക്ക് ഒരു അടിവരയിടുന്ന സാധനമാണ്. തീർച്ചയായും. പക്ഷെ ഒരു പരിധിവരെ ഈ ഒരു ഏകപക്ഷീയ സ്വഭാവമുള്ളത് കൊണ്ട്, അതായത് കുറച്ചുപേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഒരു പരിധിവരെ നമുക്കിതിനെ ഒരു ഞരമ്പൻ റിപ്പോർട്ടായി കണക്കാക്കേണ്ടി വരും. നമ്മുടെ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പോലെ തന്നെ. അതാണ് ഞാൻ പറയാൻ വന്നത്. അതിൻ്റെ അകത്ത് സോളാർ കമ്മീഷൻ, ജസ്റ്റിസ് ശിവരാജ കമ്മിറ്റി റിപ്പോർട്ട് പോലെ അങ്ങനെ ഒരു ഞരമ്പൻ റിപ്പോർട്ടാണ് കണക്കാക്കേണ്ടി വരും. കാരണം ഒരു ഭാഗം മാത്രമേ കേട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മുടെ ജോൺ മുണ്ടക്കയം അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ ആ നിരവധി തട്ടിപ്പ് കേസുകൾ, ക്രിമിനൽ കേസുകൾ പ്രതിയായ ഒരു സ്ത്രീയുടെ വാക്ക് വിശ്വസിച്ച് എഴുതി വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടിക്കെതിരെ അടക്കം സകല നേതാക്കൾക്കെതിരെയും പീഡന കേസ്. ഉമ്മൻചാണ്ടി വയസ്സാം കാലത്ത് പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്നവർ എഴുതി വെച്ചിരിക്കുന്നു.
ഇതിൻ്റെ പേരിൽ പിണറായി വളരെ പ്രത്യേകതരം ആഹ്ലാദത്തോടു കൂടിയാണ് ഇത് അന്ന് അത് അവതരിപ്പിച്ചത്. ഒരു പ്രത്യേക ആഹ്ലാദത്തോടു കൂടിയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും SP യും DSP യും BGP എല്ലാം ആലോചിച്ചിട്ടൊന്നും നടന്നില്ല. അവസാനം CBI എല്ലാവർക്കും നിരപരാധിത്വം കൊടുത്തു. എന്തുകൊണ്ട്? ഒരു ഹൈക്കോടതി ജഡ്ജിൻ്റെ ഒരു റിപ്പോർട്ട്, ആ ജഡ്ജിൻ്റെ റിപ്പോർട്ടിനകത്ത് വാട്സാപ്പ് ചാറ്റുകളടക്കം ഈ നടിമാരുടെ മൊഴികളടക്കം എല്ലാം ഉണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ഒരു നടി 3 മാസം ഷൂട്ടിംഗ് നടത്തിയിട്ട് അവസാനം ജീവനി പേടിച്ച് ഓടി രക്ഷപ്പെട്ടു. അവരുടെ നഗ്നരംഗങ്ങൾ എടുക്കാൻ നേരത്തെ ഓടി രക്ഷപ്പെട്ടു. ഇത്തരത്തിലുള്ള ഇതും മുറിയിലിടിച്ച് കയറിയതടക്കം, ലഹരി ഉപയോഗിച്ചതടക്കം, റേപ്പ് ചെയ്യാൻ ശ്രമിച്ചടക്കം എല്ലാ കഥകളും പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ ചെയ്ത ആളുകൾക്കെതിരെ പോലീസ് കേസെടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇവരുടെ വിവരം പോലും പുറത്തുവിടുന്നില്ല? വാസ്തവത്തിൽ അത് അന്യായമാണ്. കാരണം ഇരകൾ എന്ന് പറയുന്നത് നടിമാരാണ്. അവരുടെ സ്വകാര്യത സംരക്ഷിക്കുകയും ഇതിലെ വേട്ടക്കാരുടെ വിശദാംശങ്ങൾ പുറത്തു നമ്മൾ ദിവസം നമ്മളെ വാർത്തകൾ കൊടുക്കാറില്ലേ? പീഡന കേസിൽപ്പെട്ട് പ്രതികളെ കുറിച്ച് നമ്മൾ ആ ഇരയുടെ പേര് മാറി കൊടുക്കാറുമില്ലല്ലോ. ഒന്നത്. 2, ഈ മേഖലയിൽ ഒതുങ്ങി നിന്ന പോരാ, ഇത്തരം കമ്മീഷനുകളെ എല്ലാ മേഖലകളിലും നിയോഗിക്കണം. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെ പോയി അവിടുത്തെ സ്ത്രീകളുടെ മൊഴി കേൾക്കണം. പോലീസ് ഓഫീസർമാർക്കും വനിതാ പോലീസ് ഓഫീസർമാർക്കും എന്താണ് പറയാനുള്ളത് മൊഴിയെടുക്കണം. സെക്രട്ടേറിയറ്റിൽ കയറണം. സെക്രട്ടേറിയറ്റിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കണം. അതുപോലെ എത്രയോ മേഖലകൾ, സമസ്ത മേഖലകളിലും എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചൊരു പഠനം നടത്തുകയും ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും നിയമ സംവിധാനം ഒരുക്കുകയും ചെയ്യണം. അല്ലാതെ വെറുതെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചിട്ട് റിപ്പോർട്ടിനെ കുറിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഇതിനെന്ത് പരിഹാരമൊന്നുമില്ലല്ലോ. അതെ. എന്തായാലും നമ്മൾ വലിച്ചു നീട്ടുന്നില്ല. ഈ റിപ്പോർട്ടിന് ഞാൻ വ്യക്തിപരമായി ഇതിനൊരു നമ്മുടെ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പോലുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചു? ഇത്രങ്ങൾ 5 വർഷത്തോളമായി 5 കൊല്ലം പറഞ്ഞു. എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് ശരിയല്ല. ഇതിൻ്റെ പേരിൽ കുറ്റവാളികളെ ശിക്ഷിച്ചാൽ മാത്രമേ ബാക്കിയുള്ളവർ സുരക്ഷിതരാകത്തുള്ളൂ. പിന്നെ ബാക്കി പല തുല്യത, പ്രതിഫല തുല്യതയൊന്നും വെറുതെയാണ്. ഇപ്പം മമ്മൂട്ടി കിട്ടുന്ന ശമ്പളം തന്നെ എനിക്ക് കിട്ടണമെന്ന് പോയി നമ്മുടെ ആസിഫലി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പറഞ്ഞിട്ടൊരു കാര്യമില്ല. വിജയരാഘവന് കിട്ടുന്ന ഇത് വേണം, ഷമ്മി തിലകം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം അതൊക്കെ ഓരോ സാഹചര്യങ്ങളാണ്. എന്തായാലും സിനിമ മേഖലയിൽ മാത്രമല്ല ഇത്തരം ചൂഷണമുള്ള സമസ്ത മേഖലകളിലുണ്ട്. സിനിമക്കാരെല്ലാവരുടെയും പ്രിയപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് ഗോസിപ്പ് പറയാൻ കൂടുതൽ താല്പര്യമുള്ളൂ. ഗ്ലാമറസ് ലോകമാകുമ്പോൾ താല്പര്യം കൂടും. അത്രയുള്ളൂ. എന്തായാലും ഇതിനൊരു നടപടി ഉണ്ടാവണം. വെറുതെ ചർച്ച നടത്തി പോയിട്ട് കാര്യമില്ല. നന്ദി, നമസ്കാരം.